ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ഐറ്റവുമായിട്ടാണ് കേട്ടോ. ഇതുപോലെ ബിസ്ക്കറ്റും കോൺഫ്ലെക്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവർ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഷേപ്പ്ലെസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എന്താണെങ്കിലും ഈ ക്രാഫ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഈ ഒരു ഐറ്റം എന്താണേലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരികയില്ല. ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഐറ്റമാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഒരു 6 എണ്ണം അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് പെയിൻറ്റും ബ്രഷുമാണ്. ആ പേപ്പർ കട്ടിങ്ങിലോട്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ പേപ്പർ കട്ടിങ്ങിലും ഞാനങ്ങനെ വൈറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ദാ ഇതുപോലെ എല്ലാത്തിലും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഡിസൈൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. ഇതിന് ഡെക്കോ പേജ് എന്നും പറയും. ഇത് നമുക്ക് ഫാൻസി ഐറ്റംസ് മേടിക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ അതിലെ ആ പ്രിൻ്റ് മാത്രം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ലവ് ബേർഡ്സിൻ്റെ ഡിസൈനുള്ളതാട്ടോ എടുത്തിരുന്നത്. വേറെയും ഡിസൈൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത് നമുക്കത് ആ ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ തന്നെ പല കളറിലും പല ഡിസൈനിലും ഇതുപോലെ ഡെക്കോ പേജ് ഇട്ട് ഒട്ടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പടങ്ങൾ നമുക്ക് വെട്ടിയെടുക്കാം. അത് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് കൊണ്ട് പടങ്ങൾ വരച്ചു കൊടുക്കാം, അല്ലെ വേർഡ്സ് എഴുതി കൊടുക്കാം. അങ്ങനെയാണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ്, ഗിഫ്റ്റ് പേപ്പർ, പിന്നെ മാഗസിന്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പടങ്ങൾ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബുക്ക് മാർക്ക് എന്നാണ്. നമ്മളൊരു ബുക്ക് വായിച്ച് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ അടുത്ത തവണ ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസപ്പെടാതെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.